ഓം ശാന്തി. 24/6/24 പ്രഭാത മുരളി. മാതേശ്വരി, റിവൈസ് 1965, മധുബൻ. പവിത്രതയാകുന്ന ഗുണത്തെ ധാരണ ചെയ്ത് ഡയറക്ടറിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. അപ്പോൾ ദേവതാ കിങ്ഡത്തിൽ വരും. ഓം ശാന്തി. ഈ ലോകത്തെ നാടകം എന്നും പറയുന്നു. ഡ്രാമ എന്ന് പറഞ്ഞാലും നാടകം എന്ന് പറഞ്ഞാലും കളി എന്ന് പറഞ്ഞാലും കാര്യം ഒന്നു തന്നെയാണ്. ഒരു നാടകത്തിന് ഒരേ ഒരു കഥയായിരിക്കും ഉള്ളത്. അതിൽ വളരെയധികം ബൈപ്ലോട്ട്സ് ഇടയിൽ കാണിക്കുന്നു. എന്നാൽ സ്റ്റോറി ഒന്നേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇതേ രീതിയിൽ ഇത് പരിധിയില്ലാത്ത വേൾഡ് ഡ്രാമയാണ്. ഇതിനെ നാടകം എന്നും പറയുന്നു. ഇതിൽ നമ്മൾ ഏവരും ആക്ടേഴ്സാണ്. ഇപ്പോൾ നമ്മൾ ആക്ടേഴ്സാണ് എന്നിരിക്കെ ആക്ടേഴ്സിന് നാടകത്തിൻ്റെ പൂർണ്ണ അറിവ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഏത് സ്റ്റോറിയിലാണ് ഇത് ആരംഭിക്കുന്നത്? നമ്മുടെ ഈ പാർട്ട് എവിടെ മുതൽ ആരംഭിച്ചു, എവിടെ അവസാനിക്കുന്നു? പിന്നെ അതിൽ സമയം പ്രതി സമയം ഏതെല്ലാം ആക്ടേഴ്സിന് എങ്ങനെയെല്ലാമുള്ള പാർട്ടാണുള്ളത്? അതിൻ്റെ ഡയറക്ടർ, ക്രിയേറ്റർ ആരാണ്? ഈ നാടകത്തിൽ ഹീറോ ഹീറോയിൻ പാർട്ട് ആരുടേതാണ്? ഈ എല്ലാ കാര്യങ്ങളുടെയും നോളജ് ഉണ്ടായിരിക്കേണ്ടതാണ്. വെറുതെ നാടകം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നാടകമാണ്. നമ്മൾ നാടകത്തിലെ ആക്ടേഴ്സുമാണ്. അഥവാ ഒരാൾ ഡ്രാമയിലെ ആക്ടറാണെന്നിരിക്കട്ടെ. നമ്മൾ അയാളോട് ചോദിക്കുകയാണ്, ഇതിൻ്റെ സ്റ്റോറി എന്താണ്? ഇത് എവിടെ നിന്നും ആരംഭിക്കുന്നു, എവിടെ അവസാനിക്കുന്നു? അഥവാ അയാൾ എനിക്കറിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഇതിനെ എന്ത് എന്ന് പറയും? ഞാൻ ആക്ടറാണ് എന്ന് പറയുന്നു. ഇയാൾക്ക് ഇത്ര പോലും അറിയില്ല എന്ന് പറയും. ആക്ടറിന് എല്ലാ കാര്യങ്ങളുടെയും അറിവ് ഉണ്ടായിരിക്കേണ്ടതാണല്ലോ. നാടകത്തിന് തുടക്കമുണ്ടെങ്കിൽ അതിൻ്റെ അവസാനവും തീർച്ചയായും ഉണ്ടായിരിക്കും. തുടങ്ങിയതുകൊണ്ട് നടന്നുകൊണ്ടേയിരിക്കും എന്നല്ല. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടവയാണ്. ഈ പരിധിയില്ലാത്ത നാടകത്തിൻ്റെ രചയിതാവ് ആരാണോ ആ ഒന്ന് അറിയുന്നുണ്ട് ഏത് രീതിയിലാണ് ഈ നാടകത്തിൻ്റെ തുടക്കമുണ്ടായത്. ഇതിൽ മുഖ്യ ആക്ടേഴ്സ് ആരാണ്? എല്ലാ ആക്ടേഴ്സിൽ വെച്ചും ഹീറോ ആൻഡ് ഹീറോയിൻ്റെ പാർട്ട് ആരുടേതാണ്? ഈ എല്ലാ കാര്യങ്ങളും ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ആരാണോ ദിവസവും ക്ലാസ്സിൽ വരികയും കേൾക്കുകയും ചെയ്യുന്നത് അവർ ഈ എല്ലാ നോളജും മനസ്സിലാക്കുന്നു. അവർക്കറിയാം ഇതിൻ്റെ ആദ്യത്തെ ഡയറക്ടറും ക്രിയേറ്ററും ആരാണെന്ന്. ക്രിയേറ്റർ എന്ന് സുപ്രീം സോൾ അഥവാ പരംപിത പരമാത്മാവിനെ പറയും. എന്നാൽ ആ ഒന്നും ആക്ടറാണ്. ആ ഒന്നിൻ്റെ ആക്ടിങ് ഏതാണ്? ഡയറക്ടറിൻ്റേത്. ആ ഒന്ന് ഒരേ ഒരു തവണ വന്ന് ആക്ടർ ആകുന്നു. ഇപ്പോൾ ഡയറക്ടറായി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ നാടകത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് ആ ഒന്ന് പറയുന്നു. എങ്ങനെ? ഏതൊന്നാണോ പ്യൂരിഫൈഡ് സത്യുഗി ലോകം, അതിനെ പുതിയ ലോകം എന്ന് പറയുന്നു. ആ ന്യൂ വേൾഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ ഏവരും അഥവാ ആരെല്ലാമാണോ പവിത്രതയെ ധാരണ ചെയ്ത് ഡയറക്ടറിൻ്റെ ഡയറക്ഷനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ എല്ലാ ആക്ടേഴ്സും ഇപ്പോൾ പ്യൂരിഫൈഡ് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതേ ആക്ടേഴ്സിലൂടെ അനേകം ജന്മങ്ങളുടെ ചക്രം ചലിക്കേണ്ടതുണ്ട്. ഇത് ബാബ തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ഇപ്പോൾ പവിത്രമായ മനുഷ്യർ അടുത്ത ജന്മത്തിൽ ദേവതാ കിങ്ഡത്തിൽ പോകും. ആ കിങ്ഡം 2 യുഗങ്ങളിൽ സൂര്യവംശിയുടെയും ചന്ദ്രവംശിയുടെയും രൂപത്തിൽ തുടരുന്നു. പിന്നെ എപ്പോഴാണോ ആ സൂര്യവംശി ചന്ദ്രവംശി ആക്ടേഴ്സിൻ്റെ പാർട്ട് പൂർത്തിയാകുന്നത് അപ്പോൾ പിന്നെ ഒരല്പം താഴെ വീഴുന്നു അഥവാ വാമമാർഗത്തിൽ വരുന്നു. പിന്നെ മറ്റ് ധർമ്മങ്ങളുടെ ടേൺ വരുന്നു. ഇബ്രാഹിം, ബുദ്ധൻ, പിന്നെ ക്രിസ്ത്യൻ, ഈ എല്ലാ ധർമ്മസ്ഥാപകരും നമ്പർ വൈസായി വന്ന് അവരവരുടെ ധർമ്മം സ്ഥാപിക്കുന്നു.
അപ്പോൾ നോക്കൂ, നാടകത്തിൻ്റെ സ്റ്റോറി എവിടെ നിന്നും ആരംഭിച്ചു, എവിടെ അവസാനിക്കുന്നു? അതിനിടയിൽ ഈ മറ്റ് ബൈ പ്ലോട്ട്സ് എങ്ങനെയാണ് നടക്കുന്നത്? ഈ എല്ലാ വൃത്താന്തവും ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ ഈ നാടകം പൂർത്തിയാകാൻ പോകുന്നു. മറ്റ് നാടകമാണെങ്കിൽ 3 മണിക്കൂറിൽ പൂർത്തിയാകുന്നു. ഇതിന് 5000 വർഷം എടുക്കുന്നു. ബാക്കി അതിൽ കുറച്ച് വർഷങ്ങളേ ഉള്ളൂ. ഇപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകളാണ്. ഇപ്പോൾ ഈ നാടകം പൂർത്തിയായ ശേഷം വീണ്ടും റിപ്പീറ്റ് ആകും. അപ്പോൾ ഈ മുഴുവൻ വൃത്താന്തവും, അതായത് ചരിത്രവും ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതിനെ ജ്ഞാനം എന്ന് പറയുന്നു. ഇപ്പോൾ നോക്കൂ, ബാബ വന്ന് പുതിയ ഭാരതം അഥവാ പുതിയ ലോകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതം പുതിയതായിരുന്നപ്പോൾ ഇത്രയും വലിയ ലോകമായിരുന്നില്ല. ഇന്ന് പഴയ ഭാരതമാണ്, അപ്പോൾ ലോകവും പഴയതാണ്. ബാബ വന്ന് അവിനാശി ഖണ്ഡമായ ഭാരതത്തെ, നമ്മുടെ പ്രാചീന ദേശത്തെ, ഇപ്പോൾ ദേശം എന്നാണ് പറയുന്നത്. കാരണം മറ്റു ദേശങ്ങളെ പോലെ ഇതും ഒരു തുണ്ടായിരിക്കുകയാണ്. എന്നാൽ വാസ്തവത്തിൽ മുഴുവൻ വേൾഡിലും മുഴുവൻ ഭൂമിയിലും ഒരു ഭാരതത്തിൻ്റെ രാജ്യമായിരുന്നു. അതിനെയാണ് പ്രാചീന ഭാരതം എന്ന് പറഞ്ഞിരുന്നത്. ആ സമയത്തെ ഭാരതം സ്വർണ്ണ പറവ എന്ന് പാടപ്പെട്ടിരിക്കുന്നു. മുഴുവൻ ഭൂമിയുടെ മേലും കേവലം ഭാരതത്തിൻ്റെ തന്നെ കൺട്രോളാണ് ഉണ്ടായിരുന്നത്. ഒരു രാജ്യമായിരുന്നു, ഒരു ധർമ്മമായിരുന്നു. ആ സമയത്ത് പൂർണ്ണ സുഖമുണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയാണുള്ളത്? അതിനാൽ ബാബ പറയുന്നു, ഇതിൻ്റെ ഡിസ്ട്രക്ഷൻ ചെയ്ത ശേഷം ഒരു രാജ്യവും ഒരു ധർമ്മവും പ്രാചീനമായ അതേ പുതിയ ഭാരതവും പുതിയ ലോകവും നിർമ്മിക്കുന്നു. മനസ്സിലായോ? ആ ലോകത്തിൽ ഒരു ദുഃഖവുമില്ല, ഒരു രോഗവുമില്ല, ഒരിക്കലും ഏതെങ്കിലും അകാല മൃത്യു ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ലൈഫ് നേടുന്നതിനായി പുരുഷാർത്ഥം ചെയ്യൂ. വെറുതെ ലഭിക്കുകയൊന്നുമില്ല, ഒരല്പം പ്രയത്നിക്കേണ്ടി വരും. വിത്ത് വിതച്ചാൽ നേടും, വിതയ്ക്കുകയില്ലെങ്കിൽ എങ്ങനെ നേടും? ഇത് കർമ്മക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ കർമ്മങ്ങളിലൂടെ വിതയ്ക്കണം. ഏതൊരു കർമ്മം നമ്മൾ വിതയ്ക്കുന്നുവോ ആ ഫലം നേടുന്നു. ബാബ കർമ്മങ്ങളുടെ വിത്ത് വിതയ്ക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഏതുപോലെ കൃഷി ചെയ്യാൻ പഠിപ്പിക്കാറുണ്ടല്ലോ. എങ്ങനെയാണ് വിത്ത് വിതയ്ക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ പരിപാലിക്കേണ്ടത്, അതിൻ്റെയും ട്രെയിനിങ് നൽകുന്നു. അപ്പോൾ ബാബ വന്ന് നമുക്ക് കർമ്മത്തിൻ്റെ വിളനിലത്തിലേക്ക് വേണ്ടി കർമ്മങ്ങൾ എങ്ങനെ വിതയ്ക്കണം എന്നതിൻ്റെ ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ കർമ്മങ്ങളെ ഉയർന്നതാക്കൂ, നല്ല വിത്ത് വിതയ്ക്കൂ, അപ്പോൾ നല്ല ഫലം ലഭിക്കും. കർമ്മം എപ്പോഴാണോ നല്ലതായിരിക്കുന്നത്, പിന്നെ എന്ത് വിതയ്ക്കുമോ അതിൻ്റെ നല്ല ഫലം ലഭിക്കും. അഥവാ കർമ്മമാകുന്ന ബീജത്തിൽ ശക്തി ഉണ്ടായിരിക്കുകയില്ലെങ്കിൽ, മോശമായ കർമ്മമാണ് വിതയ്ക്കുന്നതെങ്കിൽ ഫലം എന്തായിരിക്കും ലഭിക്കുക? ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണോ അനുഭവിക്കുന്നത് അതിൽ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ദുഃഖവും അശാന്തിയുമാണ്. ഏതെങ്കിലുമൊക്കെ രോഗം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും മനുഷ്യനെ ദുഃഖിപ്പിക്കുന്നല്ലോ. അതിനാൽ ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങളുടെ കർമ്മത്തെ ഞാൻ ഉയർന്ന ക്വാളിറ്റി ഉള്ളതാക്കുന്നു. ഏതുപോലെ വിത്തും അതേ ക്വാളിറ്റി ഉള്ളതായിരിക്കുമെങ്കിൽ ആ ക്വാളിറ്റിയെ വിതയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം നല്ലത് വരും. അഥവാ വിത്ത് നല്ല ക്വാളിറ്റി ഉള്ളതല്ല എങ്കിൽ പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ഫലം ലഭിക്കുകയില്ല. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾക്കും നല്ല ക്വാളിറ്റി വേണമല്ലോ. അതിനാൽ ഇപ്പോൾ ബാബ നമ്മുടെ കർമ്മമാകുന്ന വിത്തിനെ നല്ല ക്വാളിറ്റി ഉള്ളതാക്കുന്നു. അപ്പോൾ ആ ശ്രേഷ്ഠ ക്വാളിറ്റിയുള്ള വിത്ത് അഥവാ വിതയ്ക്കുകയാണെങ്കിൽ ശ്രേഷ്ഠ ഫലം ലഭിക്കും. അപ്പോൾ തൻ്റെ കർമ്മങ്ങളുടെ സീഡ് അഥവാ ബീജം നല്ലതാക്കൂ, പിന്നെ നല്ലത് വിതയ്ക്കാൻ പഠിക്കൂ. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കി ഇപ്പോൾ തൻ്റെ പുരുഷാർത്ഥം ചെയ്യൂ. ശരി, ഇപ്പോൾ 2 മിനിറ്റ് സൈലൻസ്. സൈലൻസിൻ്റെ അർത്ഥമാണ് ഐ ആം സോൾ. ഫസ്റ്റ് സൈലൻസ്, അതിനുശേഷം ടോക്കിയിൽ വരുന്നു.
ഇപ്പോൾ ബാബ പറയുന്നു, സൈലൻസ് വേൾഡിലേക്ക് പോകാം. അപ്പോൾ സൈലൻസ്, ശാന്തി നമ്മുടെ സ്വധർമ്മമാണ്. ആ സൈലൻസിലേക്ക് പോകുന്നതിന് വേണ്ടി പറയുന്നു, ഈ ദേഹത്തിൻ്റെയും ദേഹസഹിതം ദേഹത്തിൻ്റെ സംബന്ധങ്ങളുടെയും അറ്റാച്ച്മെൻറ്റ് ഇപ്പോൾ ഉപേക്ഷിക്കൂ. അതിൽ നിന്നും ഡിറ്റാച്ച് ആകൂ. സൺ ഓഫ് സുപ്രീം സോൾ, ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ, എൻ്റെ ധാമത്തിലേക്ക് വരൂ. അതിനാൽ ഇപ്പോൾ പോകുന്നതിൻ്റെ ശ്രദ്ധ വയ്ക്കൂ. ഇപ്പോൾ വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. അന്തം മതി, സോഗതി. ഇപ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റും പാടില്ല. ഇപ്പോഴാണെങ്കിൽ ശരീരത്തിൻ്റെയും അറ്റാച്ച്മെൻറ്റ് ഉപേക്ഷിക്കൂ. മനസ്സിലായോ? ഇങ്ങനെയുള്ള തൻ്റെ ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. ശരി, ഇപ്പോൾ സൈലൻസിലിരിക്കൂ. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും സൈലൻസ്, സംസാരിക്കുമ്പോഴും സൈലൻസ്. സംസാരിക്കുമ്പോൾ എങ്ങനെ സൈലൻസ് ഉണ്ടാകും അറിയാമോ? സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ബുദ്ധിയോഗം ഐ ആം സോൾ, ഫസ്റ്റ് പ്യുവർ സോൾ അഥവാ സൈലൻസ് സോൾ എന്നതിലാകണം. ഇത് ഓർമ്മ വയ്ക്കണം. സംസാരിക്കുന്ന സമയത്ത് നമ്മളിൽ ഈ നോളജ് ഉണ്ടായിരിക്കണം. ഐ ആം സോൾ. ഈ ഓർഗൻസിലൂടെ സംസാരിക്കുന്നു. അപ്പോൾ തൻ്റെ ഈ പ്രാക്ടീസ് നടക്കണം. ഏതുപോലെ നമ്മൾ ഇതിൻ്റെ ആധാരമെടുത്ത് സംസാരിക്കുന്നു. ശരി, ഇപ്പോൾ കണ്ണുകളുടെ ആധാരമെടുക്കുന്നു, കാണുന്നു. ഏതിൻ്റെ ആവശ്യകതയുണ്ടോ അതിൻ്റെ ആധാരമെടുത്ത് കാര്യങ്ങൾ ചെയ്യൂ. ഇങ്ങനെ ആധാരമെടുത്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ വളരെയധികം സന്തോഷമുണ്ടായിരിക്കും. പിന്നെ ഒരു മോശമായ കാര്യവും ഉണ്ടാകില്ല. ശരി, ഇങ്ങനെയുള്ള ബാബ്ദാദയുടെയും മാതാവിൻ്റെയും മധുരമധുരമായ വളരെ നല്ലവരും സദാ സൈലൻസിൻ്റെ അനുഭൂതി നേടുന്നവരുമായ കുട്ടികൾക്ക് സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ശരി, സന്ദേശിയുടെ ശരീരത്തിലൂടെ ഓൾമൈറ്റി പിതാവ് മാതേശ്വരിജിയെ പ്രതി ഉച്ചരിച്ച മഹാവാക്യം. ഹേ ശിരോമണി രാധാപുത്രി, നീ രാവും പകലും എനിക്ക് സമാനം ദിവ്യകാര്യത്തിൽ തൽപരയായി, അതായത് വൈഷ്ണവ ശുദ്ധ സ്വരൂപമായി ശുദ്ധ സേവനം ചെയ്യുന്നു. അതിനാൽ സാക്ഷാൽ എൻ്റെ സ്വരൂപം ആകുന്നു. ഏതു കുട്ടികളാണോ തൻ്റെ പിതാവിൻ്റെ ഫുഡ് സ്റ്റെപ്സ് പിന്തുടരാത്തത്, അവരിൽ നിന്നും ഞാൻ തീർത്തും അകലെയാണ്. കാരണം കുട്ടി തീർച്ചയായും പിതാവിന് സമാനം ആയിരിക്കേണ്ടതാണ്. ഈ നിയമം ഇപ്പോൾ സ്ഥാപിതമാകുന്നു. അത് സത്യത്രേതായുഗം വരെയും നടക്കുന്നു. അവിടെ പിതാവ് എങ്ങനെയോ അതുപോലെയായിരിക്കും പുത്രൻ. എന്നാൽ ദ്വാപര കലിയുഗങ്ങളിൽ പിതാവ് എങ്ങനെയോ അതുപോലെ ആയിരിക്കില്ല പുത്രന്മാർ. എന്നാൽ കുട്ടികൾക്ക് ഇപ്പോൾ ബാബയ്ക്ക് സമാനം ആകുന്നതിൻ്റെ പരിശ്രമം ചെയ്യേണ്ടി വരുന്നു. എന്നാൽ അവിടെയാണെങ്കിൽ നാച്ചുറലായി ഇങ്ങനെയുള്ള നിയമം ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. പിതാവ് എങ്ങനെയാണോ അതേപോലെ പുത്രൻ. ആ അനാദി നിയമം ഈ സംഗമ സമയത്ത് ഈശ്വരനാകുന്ന പിതാവ് പ്രത്യക്ഷമായി സ്ഥാപിക്കുന്നു. മധുരമായ പൂന്തോട്ടക്കാരൻ്റെ മധുര ദിവ്യ പുരുഷാർത്ഥിയായ പുത്രി, ഇപ്പോൾ നിനക്ക് വളരെയധികം രമണീകവും സ്വീറ്റ്നെസ് ഉള്ളതും ആക്കുകയും വേണം. ഇപ്പോൾ വേൾഡ് സോവർണിറ്റിയുടെ താക്കോൽ സെക്കൻഡിൽ പ്രാപ്തമാവുകയും ആക്കിക്കുകയും ചെയ്യുക എന്നത് നിന്റെ കയ്യിലാണ്. നോക്കൂ, ഓൾമൈറ്റി ഓരോ ജീവപ്രാണികളുടെയും യജമാനനാണ്. ആ ഒന്ന് എപ്പോഴാണോ പ്രാക്ടിക്കലിൽ ഈ കർമ്മക്ഷേത്രത്തിൽ വന്നത്, അപ്പോൾ മുഴുവൻ സൃഷ്ടിയും ഹാപ്പി ഹൗസായി മാറുന്നു. ഈ സമയത്ത് ആ ജീവപ്രാണികളുടെ യജമാനൻ അവ്യക്ത രീതിയിലൂടെ സൃഷ്ടിയെ നടത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ എപ്പോഴാണോ ആ ഒന്ന് പ്രത്യക്ഷ രൂപത്തിൽ ദേഹധാരിയായി അധികാരിയായും കർമ്മക്ഷേത്രത്തിൽ വരുന്നത്, അപ്പോൾ സത്യത്രേതായുഗത്തിൻ്റെ സമയത്ത് എല്ലാ ജീവപ്രാണികളും സുഖം അനുഭവിക്കുന്നവരായി മാറുന്നു. അവിടെ സത്യത്തിൻ്റെ ദർബാർ തുറന്നിരിക്കുന്നു. ആര് ഈശ്വരീയ സുഖം പ്രാപ്തമാക്കുന്നതിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്തുവോ അവർക്ക് അവിടെ സദാകാലത്തേക്ക് സുഖം പ്രാപ്തമാകുന്നു.
ഈ സമയത്ത് എല്ലാ ജീവപ്രാണികൾക്കും സുഖത്തിൻ്റെ ദാനം ലഭിക്കുന്നില്ല. പുരുഷാർത്ഥം തന്നെയാണ് പ്രാപ്തിയെ ആകർഷിക്കുന്നത്. ആർക്ക് ഈശ്വരനോട് യോഗമുണ്ടോ അവർക്ക് ഈശ്വരനിലൂടെ സമ്പൂർണ്ണ സുഖത്തിൻ്റെ ദാനം ലഭിക്കുന്നു. 3. ആഹാ, നീ അതേ ശക്തിയാണ്. തൻ്റെ ഈശ്വരീയ ശക്തിയുടെ നിറം കാണിച്ച് ഈ ആസുരീയ ലോകത്തിൻ്റെ വിനാശം ചെയ്ത് ദൈവിക ലോകത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നീട് എല്ലാ ശക്തികളുടെയും മഹിമ വരുന്നു. ഇപ്പോൾ ആ ശക്തി നിങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ സദാ തൻ്റെ ഈശ്വരീയ ബലത്തിൻ്റെയും ആത്മീയ ലഹരിയുടെയും പദവിയിൽ ഇരിക്കൂ. അപ്പോൾ സദാ അപാര സന്തോഷം നിലനിൽക്കും. നിത്യവും ഹർഷിതമുഖമായിരിക്കും. നിങ്ങൾക്ക് ഈ ലഹരി ഉണ്ടായിരിക്കണം. ഞാൻ ആരാണ്? ആരുടേതാണ്? നമ്മുടേത് എത്ര സൗഭാഗ്യമാണ്! എത്ര വലിയ പദവിയാണ്! ഇപ്പോൾ നിങ്ങൾ ആദ്യം സെൽഫിൻ്റെ സ്വരാജ്യം പ്രാപ്തമാക്കുന്നു. പിന്നെ സത്യയുഗത്തിൽ യുവരാജാവാകും. അപ്പോൾ എത്ര ലഹരി വേണം! തൻ്റെ ഈ ഭാഗ്യത്തെ കണ്ട് സന്തോഷത്തിലിരിക്കൂ. തൻ്റെ ഭാഗ്യത്തെ നോക്കൂ. അതിലൂടെ എത്ര ലോട്ടറി ലഭിക്കുന്നു! ആഹാ, എത്ര ശ്രേഷ്ഠമാണ് നിന്റെ ഭാഗ്യം! ആ ഭാഗ്യത്തിലൂടെ വൈകുണ്ഠത്തിൻ്റെ ലോട്ടറി ലഭിക്കുന്നു. മനസ്സിലായോ? ലക്കിയസ്റ്റ് ദേവതാ പുഷ്പമായ പുത്രി, ഈ സുന്ദരമായ സംഗമ സമയത്തിൽ സ്വയം നിരാകാരനായ പരമാത്മാവ് സാകാരത്തിൽ വന്ന് ഈ ഈശ്വരീയ ഫാക്ടറി തുറന്നിരിക്കുകയാണ്. അവിടെ നിന്നും ഏതൊരു മനുഷ്യനും തൻ്റെ വിനാശിയും കക്കയ്ക്ക് തുല്യമായതും നൽകി അവിനാശി ജ്ഞാനരത്നങ്ങൾ എടുക്കാൻ സാധിക്കും. ഈ അവിനാശി ജ്ഞാനരത്നങ്ങൾ വാങ്ങുന്നത് അതിസൂക്ഷ്മമാണ്. അതിനെ ബുദ്ധി കൊണ്ട് വാങ്ങണം. ഇത് ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏതെങ്കിലും സ്ഥൂല വസ്തുവല്ല, മറിച്ച് അതിമഹീനവും ഗുപ്തവും മറഞ്ഞിരിക്കുന്നതും ആയത് കാരണം ഇതിനെ ആർക്കും കൊള്ളയടിക്കാനും സാധിക്കില്ല. ഇങ്ങനെയുള്ള സർവോത്തമ ജ്ഞാന ഖജനാവ് പ്രാപ്തമാകുന്നതിലൂടെ അതിനിർസങ്കൽപ്പവും സുഖദായക അവസ്ഥയും നിലനിൽക്കും. ആരെങ്കിലും ഈ അവിനാശി ജ്ഞാനരത്നം വാങ്ങാത്തതുവരെയും നിശ്ചിന്തവും ആകുലത ഇല്ലാത്തവരും നിർസങ്കൽപ്പവും ആയിരിക്കുവാൻ സാധിക്കില്ല. അതിനാൽ ഈ അവിനാശി ജ്ഞാനരത്നങ്ങളുടെ സമ്പാദ്യം ചെയ്ത് തൻ്റെ ബുദ്ധിയാകുന്ന സൂക്ഷ്മ സേഫിൽ ധാരണ ചെയ്ത് നിത്യവും നിശ്ചിന്തമായി ഇരിക്കണം. വിനാശി ധനത്തിൽ ദുഃഖം അടങ്ങിയിട്ടുണ്ട്. അവിനാശി ജ്ഞാനധനത്തിൽ സുഖമാണ് അടങ്ങിയിട്ടുള്ളത്. ഏതുപോലെ സൂര്യൻ സാഗരത്തിൻ്റെ ജലത്തെ വലിച്ചെടുക്കുന്നു, അത് പിന്നെ ഉയർന്ന പർവ്വതങ്ങളിൽ പെയ്യുന്നു. അതേപോലെ ഡയറക്റ്റ് ഈശ്വരനിലൂടെ ഈ മഴ പൊഴിയുന്നു. ശിവന്റെ ജടയിൽ നിന്നും ഗംഗ വരുന്നതായി പറയുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖകമലത്തിലൂടെ ജ്ഞാനാമൃത ധാര ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിനെ തന്നെയാണ് അവിനാശി ഈശ്വരീയ ധാര എന്ന് പറയുന്നത്. അതിലൂടെ നിങ്ങൾ ഭാഗീരഥ പുത്രനും പാവനവുമായി അമരമായി കൊണ്ടിരിക്കുന്നു. ഇത് ശിരസിലെ കിരീടമാക്കുന്നതിൻ്റെ വണ്ടർഫുൾ സഭയാണ്. ഇവിടെ ഏതെല്ലാം നരനും നാരിയും വരുന്നുവോ അവർ ശിരസിലെ കിരീടമാകും, അതായത് സർവശ്രേഷ്ഠമാകും. ലോകത്തെയും മണ്ഡലി എന്ന് പറയുന്നു. മണ്ഡൽ എന്നാൽ സ്ഥാനം. ഇപ്പോൾ ഈ മണ്ഡലി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓമിൻ്റെ ആകാരത്തിൽ, അതായത് അഹത്തിൻ്റെ സ്വധർമ്മത്തിൽ. മുഴുവൻ ലോകവും സ്വധർമ്മത്തെ മറന്ന് പ്രകൃതിയുടെ ധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. ശക്തികളായ നിങ്ങൾ പ്രകൃതിയെ മറന്ന് തൻ്റെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരും നിരാകാരനായ ഈശ്വരനെ ഓർമ്മിക്കുന്നു. ആരെയാണോ തൻ്റെ നയനങ്ങൾ കൊണ്ട് കണ്ടിട്ട് പോലും ഇല്ലാത്തത്, ആ നിരാകാരനിൽ അവർക്ക് ഇത്രയും അതിസ്നേഹമുണ്ട്. അവർ പറയുന്നു, ഹേ ഈശ്വര, അങ്ങയിൽ എന്നെ ലയിപ്പിക്കൂ.
എന്നാൽ എത്ര അതിശയമാണ്! സ്വയം ഈശ്വരൻ എപ്പോഴാണോ സാകാരത്തിൽ പ്രത്യക്ഷമായത്, അപ്പോൾ ആ ഒന്നിനെ തിരിച്ചറിയുന്നില്ല. ഈശ്വരൻ്റെ വളരെ പ്രിയ ഭക്തർ എവിടെ നോക്കിയാലും അവിടെ നീ തന്നെ നീയാണ് എന്ന് പറയുന്നു. അവർ കാണുന്നു പോലും ഇല്ലെങ്കിലും ബുദ്ധിയോഗത്തിലൂടെ ഈശ്വരൻ സർവത്ര ഉണ്ട് എന്ന് അനുഭവിക്കുന്നു. എന്നാൽ നിങ്ങൾ അനുഭവത്തോടെ പറയുന്നു, സ്വയം നിരാകാരനായ ഈശ്വരൻ പ്രാക്ടിക്കലിൽ സാകാരത്തിൽ ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ സഹജമായി തന്നെ നിങ്ങൾക്ക് വന്ന് ഞാനുമായി കൂടിക്കാഴ്ച നടത്താൻ സാധിക്കുന്നു. എന്നാൽ എൻ്റെ പല കുട്ടികളും സാകാരത്തിൽ പിതാവായ പ്രഭുവിനെ തിരിച്ചറിയുന്നില്ല. അവർക്ക് നിരാകാരൻ അതിമധുരമായി തോന്നുന്നു. എന്നാൽ ആ നിരാകാരൻ ഇപ്പോൾ സാകാരത്തിൽ പ്രത്യക്ഷമാണ്. അഥവാ ആ ഒന്നിനെ തിരിച്ചറിയുകയാണെങ്കിൽ എത്ര പ്രാപ്തി ഉണ്ടാക്കാൻ സാധിച്ചേനെ. കാരണം പ്രാപ്തി ഏതായാലും സാകാരത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. ബാക്കി അവർ ഈശ്വരനെ അകലെയുള്ളവനും നിരാകാരനുമായി മനസ്സിലാക്കുകയും കാണുകയും ചെയ്യുന്നു. അവർക്ക് പ്രാപ്തി ഒന്നും തന്നെയില്ല. അവർ ഭക്തരാണ്. അവർക്ക് ജ്ഞാനമൊന്നുമില്ല. ഇപ്പോൾ സാകാര പ്രഭു പിതാവിനെ അറിയുന്ന ജ്ഞാനികളായ കുട്ടികൾ സർവ്വദൈവിക ഗുണങ്ങളുടെ സുഗന്ധത്താൽ നിറഞ്ഞ് സ്വീറ്റ് ഫ്ലവർ പ്രഭു പിതാവിന്മേൽ തൻ്റെ ജീവിതം തന്നെ അർപ്പിക്കുന്നു. അതിലൂടെ അവർക്ക് ജന്മജന്മാന്തരങ്ങളിൽ സമ്പൂർണ്ണ ദേവത ദിവ്യ ശോഭനീയ ശരീരം പ്രാപ്തമാകുന്നു. സെൽഫിനെ അറിയുന്നതിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് റൈറ്റിൻ്റെയും റോങ്ങിൻ്റെയും സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും തിരിച്ചറിവ് വന്നത്. ഈ ഈശ്വരീയ ജ്ഞാനത്തിലൂടെ വാക്കുകൾ സത്യമായിരിക്കുന്നു. അതിലൂടെ ആരുടെയും സംഘദോഷം ബാധിക്കുന്നില്ല. സംഘദോഷത്തിൻ്റെ നിഴൽ പതിക്കുന്നത് സ്വയം അജ്ഞാനത്തിന് വശപ്പെട്ടവരിലാണ്. ഈ സമയത്ത് ട്രൂത്തിൻ്റെ ലോകമേ ഇല്ല. അതിനാൽ ആരുടെയും വാക്കുകളിൽ വിശ്വാസം വയ്ക്കാതെ അവരെ കൊണ്ട് എഴുത്ത് എഴുതിപ്പിക്കുന്നു. മനുഷ്യരിൽ നിന്നും അൺട്രൂത്തായ വാക്കുകളാണ് വരുന്നത്. അഥവാ ട്രൂത്ത് ആയിരുന്നുവെങ്കിൽ അവരുടെ മഹാവാക്യങ്ങൾ പൂജിക്കപ്പെട്ടേനെ. ഏതുപോലെ നോക്കൂ, ഡിവൈൻ ഫാദറിൻ്റെ ട്രൂത്തായ മഹാവാക്യങ്ങളുടെ ശാസ്ത്രം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ മഹിമയും പൂജയും നടക്കുന്നു. ആ ഒന്നിൻ്റെ ട്രൂത്ത് അഥവാ സത്യമായ മഹാവാക്യങ്ങൾ ധാരണ ചെയ്യുന്നതിലൂടെ ഈശ്വരീയ ക്വാളിറ്റി വരുന്നു. ഇത്രയും മാത്രമല്ല, എന്നാൽ ചിലരാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കവേ ശ്രീകൃഷ്ണൻ്റെയും ബ്രഹ്മാവിൻ്റെയും സാക്ഷാത്കാരവും നേടുന്നു. ആഹാ, ഹോളി ഹൃദയ കമലവും ഹോളി ഹസ്തകമലവും ഹോളി നയന കമലവുമുള്ള രാധാപുത്രി, നിന്റെ മുഴുവൻ ദേഹവും രൂപാന്തരപ്പെട്ട് കമലപുഷ്പ സമാനം കോമളവും കാഞ്ചനവും ആയിരിക്കുകയാണ്. എന്നാൽ ആദ്യം എപ്പോഴാണോ സോൾ കാഞ്ചനമാകുന്നത്, അപ്പോൾ മുഴുവൻ ശരീരവും സ്വർണവും പ്യോറും ആയി മാറുന്നു. ആ ഹോളി കോമള ശരീരത്തിൽ തന്നെയാണ് അതി ആകർഷണം നിറഞ്ഞിരിക്കുന്നത്. നീ തൻ്റെ പിതാവായ പരമേശ്വരനിലൂടെ അജ്ഞാനത്തിൻ്റെ താപം ശമിപ്പിച്ച് ജ്ഞാനപ്രകാശം ജ്വലിപ്പിച്ച് അതിശീതള രൂപമായിരിക്കുകയാണ്. സ്വയം ശീതള രൂപമായി പിന്നെ മറ്റ് സമാന വിഭാഗത്തിലുള്ളവരെയും ഇങ്ങനെ സത്യമായ ശീതളത ദാനം നൽകുന്നതിനായി ഈ സുന്ദരമായ സംഗമ സമയത്ത് നിമിത്തമായിരിക്കുകയാണ്. നിന്റെ ജഡചിത്രങ്ങളിലൂടെ മുഴുവൻ ലോകത്തിനും ശീതളതയുടെയും ശാന്തിയുടെയും ദാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നീ മുഴുവൻ സൃഷ്ടിയെയും സാൽവേഷനിൽ കൊണ്ടുവന്ന് അന്തിമത്തിൽ തൻ്റെ ദിവ്യ തേജസ് കാണിച്ച് ന്യൂ വൈകുണ്ഠമായ ഗോൾഡൻ പൂന്തോട്ടത്തിൽ പോയി വിശ്രമിക്കും. ശരി. വരദാനം. ബാബ എന്ന വാക്കിൻ്റെ താക്കോലിലൂടെ സർവ ഖജനാവുകളും പ്രാപ്തമാക്കുന്ന ഭാഗ്യവാൻ ആത്മാവായി ഭവിക്കട്ടെ.
ജ്ഞാനത്തിൻ്റെ യാതൊരു വിസ്താരത്തെയും അറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ അഥവാ കേൾക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ബാബ എന്ന ഒരു വാക്ക് ഹൃദയപൂർവ്വം അംഗീകരിക്കുകയും ഹൃദയപൂർവ്വം മറ്റുള്ളവരെ കേൾപ്പിക്കുകയും ചെയ്തു. അപ്പോൾ വിശേഷ ആത്മാവായി. ലോകത്തിനു മുന്നിൽ മഹാൻ ആത്മാവിൻ്റെ സ്വരൂപത്തിൽ മഹിമായോഗ്യരായി. കാരണം ഒരു ബാബ എന്ന വാക്ക് സർവ ഖജനാവുകളുടെയും ഭാഗ്യത്തിൻ്റെയും താക്കോലാണ്. താക്കോൽ ഉപയോഗിക്കാനുള്ള വിധിയാണ് ഹൃദയപൂർവ്വം അറിയുക, അംഗീകരിക്കുക. ഹൃദയം കൊണ്ട് ബാബ എന്ന് പറയൂ. അപ്പോൾ ഖജനാവുകൾ സദാ ഹാജരായിരിക്കും. സ്ലോഗൻ: ബാബ് ദാദയോട് സ്നേഹമുണ്ടെങ്കിൽ സ്നേഹത്താൽ പഴയ ലോകത്തെ ബലിയർപ്പിക്കൂ. ഓം ശാന്തി. മെഡിറ്റേഷൻ. പുരികമധ്യത്തിൽ നക്ഷത്ര സമാനം തിളങ്ങുന്ന ആത്മസ്വരൂപത്തിൽ എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആത്മസ്വരൂപത്തിൽ ഏകാഗ്രമായിരുന്ന അനാദി കാലത്തിലെ എൻ്റെ അനാദി സ്വരൂപത്തെ ഞാൻ സ്മൃതിയിൽ കൊണ്ടുവരുന്നു. എൻ്റെ അനാദി കാലത്തെ സ്വരൂപം പവിത്രമാണ്. ഈ പവിത്ര സ്വരൂപത്തിൻ്റെ സ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ പവിത്രതയുടെ ആത്മീയ തിളക്കം എന്നിൽ നിന്നും നാനാഭാഗത്തും വ്യാപിക്കുന്ന അനുഭവം എനിക്കുണ്ടാകുന്നു. അനാദി കാലത്തിൽ പരംധാമിൽ ബാബയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന എൻ്റെ അനാദി സ്വരൂപത്തെ സ്മൃതിയിൽ കൊണ്ടുവരുമ്പോൾ സെക്കൻഡിൽ ഞാൻ ബാബയുടെ സമീപത്ത് എത്തിച്ചേരുന്നു. എൻ്റെ ഈ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പരമാത്മാ സ്മൃതിയിൽ ലീനമാകുമ്പോൾ ബാബയുടെ അനന്ത മഹിമകളുടെ മാസ്റ്റർ സ്വരൂപമായി ഞാൻ മാറുന്നു. ഈ അതിശ്രേഷ്ഠ പരമാത്മാ സംഘത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആകുന്നു. മാസ്റ്റർ നോളജ്ഫുൾ ആകുന്നു. ബ്ലിസ്ഫുൾ ആകുന്നു. പീസ്ഫുൾ ആകുന്നു. ഈ പരമാത്മാ മഹിമകളുടെ മാസ്റ്റർ സ്വരൂപത്തിൻ്റെ സാരരൂപമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥിതിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ അനാദി
സ്വീറ്റ് സൈലൻസ് സ്വരൂപം ഞാൻ അനുഭവിക്കുന്നു. ഈ സ്വീറ്റ് സൈലൻസ് സ്വരൂപ അവസ്ഥയിൽ അനാദി സ്വരൂപത്തിൻ്റെ സമ്പന്ന അവസ്ഥയിൽ പരമാത്മാ സ്മൃതിയുടെ സ്വരൂപമായി ഞാൻ മസ്തക മധ്യത്തിൽ വിരാജിക്കുന്നു.